കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല മാധ്യമങ്ങളിലും കണ്ട ഒരു സംഗതിയാണ് ടി.ഒ.ഡി ബില്ലിംഗ് ഒഴിവാക്കുന്നതിന് ഇൻവെർട്ടറിൽ പ്രവർത്തിപ്പിച്ചാൽ മതി എന്നുള്ളത്. ഇത് ശരിയാണോ? ആദ്യം തന്നെ ടി.ഒ.ഡി ബില്ലിംഗ് എന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു ദിവസം 24 മണിക്കൂറിലാണ് നിശ്ചിത ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ടി.ഒ.ഡി അല്ലെങ്കിൽ ടൈം ഓഫ് ഡേ ബില്ലിംഗിൽ ഒരു ദിവസത്തെ 3 ടൈം സോണുകളായി തിരിച്ചിരിക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നോർമൽ താരിഫും ഈ ടൈം സോണിൽ 90% വൈദ്യുതി ചാർജ് ഈടാക്കുകയുള്ളൂ. പകൽ സമയത്താണ് ഏറ്റവും വൈദ്യുതി ചാർജ്, അതുകൊണ്ടാണ് 10% ഇളവ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ പീക്ക് ടൈം താരിഫും, അതായത് 125% ചാർജ്. വൈദ്യുതിക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഈ സമയത്താണ്. ഇലക്ട്രിക് വെഹിക്കിളും എയർ കണ്ടീഷനും വർദ്ധിച്ചതിനാൽ കേരളത്തിൽ വൈദ്യുതി ഉപയോഗം ഓരോ വർഷവും 10%-ലധികം വർദ്ധിക്കുന്നു. ഈ പീക്ക് ടൈം ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ടി.ഒ.ഡി ബില്ലിംഗ് സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഓഫ് പീക്ക് താരിഫും, അതായത് 100% ചാർജും. മുൻകാലങ്ങളിൽ ഒരു മാസം 500 യൂണിറ്റ് മുകളിൽ ഉപയോഗിക്കുന്നവർക്കാണ് ടി.ഒ.ഡി ബില്ലിംഗ് നടപ്പിലാക്കിയിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ജനുവരി 1 മുതൽ 250 യൂണിറ്റ് മുകളിൽ ഒരു മാസം ഉപയോഗിക്കുന്നവർക്ക് ടി.ഒ.ഡി ബില്ലിംഗിലേക്ക് മാറുമെന്നർത്ഥം. ഇത് വന്നതിനാൽ ആളുകൾ വൈകുന്നേര സമയത്തെ ഉപയോഗം കെ.എസ്.ഇ.ബി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതിനാലാണ് ഇൻവെർട്ടർ ഉപയോഗിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇൻവെർട്ടറിലേക്കുള്ള കെ.എസ്.ഇ.ബി വൈദ്യുതി ഡിസ്കണക്ട് ചെയ്യും എന്നർത്ഥം. ഏകദേശം 5 ലക്ഷത്തോളം പേർക്ക് ജനുവരി 1 മുതൽ ടി.ഒ.ഡി ബില്ലിംഗ് ബാധകമാകും. ഇതുമൂലം വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ 25% കൂടുതൽ വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടി വരും. ഇതൊഴിവാക്കുന്നതിന് ചിലർ വൈകുന്നേര സമയങ്ങളിൽ ഇൻവെർട്ടർ ബാറ്ററിയിൽ നിന്നും പ്രവർത്തിപ്പിക്കും. അതായത് ഇൻവെർട്ടറിലേക്കുള്ള കെ.എസ്.ഇ.ബി ഓഫ് ചെയ്തിടും എന്നർത്ഥം. ഈ രീതി വിജയിക്കുമോ? ഇത് മനസ്സിലാക്കുന്നതിന് ഒരു ബാറ്ററിയുടെ സ്റ്റോറേജ്, ചാർജിങ്ങിന് വേണ്ടി എത്രമാത്രം വൈദ്യുതി എടുക്കുന്നു എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ഒരു 150 ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുക. തിയറി പ്രകാരം 1.5 യൂണിറ്റ് സ്റ്റോറേജ് കിട്ടുന്നുണ്ടെങ്കിലും പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ 1 യൂണിറ്റ് സ്റ്റോറേജ് മാത്രമായിരിക്കും ഈ ബാറ്ററിക്ക് ഉണ്ടായിരിക്കുക. കാരണം ഡിസ്ചാർജ് കൂടുമ്പോൾ ബാറ്ററിയുടെ സ്റ്റോറേജ് കുറയുന്നതാണ് കാരണം. ഇവിടെ യൂണിറ്റ് കുറയാനുള്ള കാരണം 150 ബാറ്ററി എന്നുള്ളത് ശരാശരി 180 വാട്ട്സ് ലോഡാണ് ഉപയോഗിക്കേണ്ടത്. അതിനു പകരം 500 വാട്ട്സ് ഉപയോഗിക്കുന്നതിനാലാണ് സ്റ്റോറേജ് 1 യൂണിറ്റായിട്ട് കുറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 500 വാട്ട്സ് ഇൻവെർട്ടറിൽ ലോഡ് ഉപയോഗിക്കുന്ന ആൾ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ ഉപയോഗിക്കുമ്പോൾ ആ ബാറ്ററിയുടെ സ്റ്റോറേജ് തീരുന്നു. അതായത് 1 യൂണിറ്റ് ഉപയോഗിച്ച് തീർന്നു എന്നർത്ഥം. ഇനി 8 മണി മുതൽ ഈ ബാറ്ററി കറണ്ട് ഉള്ളപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങും. 20% ബാറ്ററിക്ക് ലോസ് ഉള്ളതിനാൽ ബാറ്ററിക്ക് 20% കൂടുതൽ ചാർജ് ആവശ്യമായി വരും. നിലവിൽ 150 ബാറ്ററിയുടെ വാട്ട്സ് എന്ന് പറയുന്നത് 1800 ആണ്. 20% കൂടുമ്പോൾ 360 വാട്ട്സ് കൂടുതലായി വേണ്ടി വരുന്നു. അതായത് 2000 വാട്ട്സ് അല്ലെങ്കിൽ 2 യൂണിറ്റ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നർത്ഥം. ഇനി 4 വർഷമോ അതിലധികം പഴക്കമുള്ള ബാറ്ററി ആണെങ്കിൽ 40%-ഓളം നഷ്ടം വരുന്നു. അതായത് 2.3 യൂണിറ്റ് ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നർത്ഥം. 4 വർഷത്തിലധികം പഴക്കമുള്ള ബാറ്ററി ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ഉപഭോക്താക്കൾക്ക് കറണ്ട് ചാർജ് കൂടുതലായി വരുന്നത് ഈ കാരണത്താലാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ടി.ഒ.ഡി ബില്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കറണ്ട് ചാർജ് വരികയുള്ളൂ എന്നർത്ഥം. ടി.ഒ.ഡി ബില്ല് 25% വർധനയാണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ 75%-ലധികം വർധനവ് വരുമെന്നാണ് കണക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ വരുന്നതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് പരിശീലനം കൊടുക്കുന്നു, അതിനിതുപോലെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.